നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 294 പേരുടെ ജീവൻ അപഹരിച്ച അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ബിശ്വാസ് കുമാർ രമേശിന്റെ വെളിപ്പെടുത്തലുകൾ കേട്ട ആരുമൊന്നും നടന്നു. ബ്രിട്ടീഷ് പൗരനായ ബിശ്വാസ് കുമാർ രമേശ് വിമാനത്തിന്റെ ഇടതുവശത്തുള്ള അടിയന്തര പാതലിനടുത്തുള്ള 11A ഇരുന്നത്. അപകടമുണ്ടായപ്പോൾ എമർജൻസി എക്സിറ്റ് വഴിയായിരുന്നു ഈ യുവാവ് രക്ഷപ്പെട്ടത്. കയ്യിലുള്ള ഫോൺ പോലും വിശ്വാസിന് നഷ്ടപ്പെട്ടില്ല. കാര്യമായ പരിക്കുകളും യുവാവിനില്ല. ടേക്ക് ഓഫ് കഴിഞ്ഞ് 30 സെക്കൻഡുകൾക്കുള്ളിലാണ് അപകടം സംഭവിച്ചതെന്നാണ് ചികിത്സയിലുള്ള ബിശ്വാസ് കുമാറിന്റെ പ്രതികരണം. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു സംഭവിച്ചത്. വലിയ ശബ്ദത്തോടെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. എഴുന്നേറ്റപ്പോൾ എനിക്ക് ചുറ്റും മൃതദേഹങ്ങളായിരുന്നു. ശരിക്കും ഭയന്നുപോയി. തുടർന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയായിരുന്നു. എൻ്റെ ചുറ്റും വിമാനത്തിന്റെ അവശിഷ്ടങ്ങളുണ്ടായിരുന്നു. തുടർന്ന് ഒരാൾ എന്നെ പിടിച്ച് ആംബുലൻസിൽ കയറ്റുകയും ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു എന്നാണ് ബിശ്വാസ് പറയുന്നത്. ബ്രിട്ടീഷ് പൗരത്വമുള്ള ബിശ്വാസ് കുമാർ സഹോദരനായ അജയ് കുമാർ രമേശിനൊപ്പമാണ് വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നത്. കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനായാണ് ഇരുവരും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെത്തിയത്. തിരികെ ബ്രിട്ടനിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഈ ദാരുണ അപകടം. മറ്റൊരു ഭാഗത്തെ സീറ്റിലായിരുന്നു സഹോദരനെന്നും അദ്ദേഹത്തെ കണ്ടെത്തുവാനായി സഹായിക്കണമെന്നും ബിശ്വാസ് കുമാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 20 വർഷമായി ബിശ്വാസ് കുടുംബത്തോടൊപ്പം ലണ്ടനിലാണ്. പുറത്തേക്ക് ചാടിയതല്ല, തെറിച്ചു വീണതാണ്. അപ്പോഴേക്കും വിമാനം പൊട്ടിത്തെറിച്ചു എന്നാണ് ബിശ്വാസ് കുമാർ പറയുന്നത്. താൻ ഇരുന്ന ഫ്ലൈറ്റിന്റെ ഭാഗം രണ്ടായി പിളർന്നു. എമർജൻസി വാതിൽ വഴി പുറത്തു വരാനാണ് ശ്രമിച്ചത്. പുറത്തേക്ക് ചാടിയില്ല. തെറിച്ചു വീണപ്പോഴേക്കും വിമാനം പൊട്ടിത്തെറിച്ചു എന്നാണ് ബിശ്വാസ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ദുരൂഹമാണ് ഈ വിമാനം തകർന്നത് എങ്ങനെയെന്നുള്ളത്. ഇതുവരെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കാനായിട്ടില്ല. അഹമ്മദാബാദ് വിമാന ദുരന്തം സംഭവിച്ചത് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും കാണാവുന്ന ദൂരത്തിലാണെന്ന് വ്യോമയാന വിദഗ്ധർ പറയുന്നു. ടേക്ക് ഓഫ് ചെയ്ത് ഉടൻ തന്നെ വിമാനം വീണിരിക്കാമെന്നതിനാൽ ATC അധികൃതർക്ക് അപകടം മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കാം. സാധാരണ ടേക്ക് ഓഫ് ചെയ്ത് വിമാനം കാഴ്ചയിൽ നിന്ന് മറയുന്നതുവരെ ATCയിൽ നിന്ന് നോക്കണമെന്നാണ് ചട്ടമെന്നും തിരക്കുള്ള സമയത്ത് ഇത് നിർബന്ധമല്ലെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. സാധാരണ ടേക്ക് ഓഫ് ലാൻഡിംഗ് സമയങ്ങളാണ് അപകട സാധ്യത. വിമാനത്തിൽ നിന്ന് മേഡേ സന്ദേശം ATCക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അടിയന്തര സാഹചര്യം, അപകടകരമായ അവസ്ഥ എന്നാണ് അർത്ഥം. വിമാനം 625 അടി മുകളിലായിരിക്കണം. ടേക്ക് ഓഫ് ചെയ്ത് 2 മൈൽ പിന്നിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഉയരം എന്തായാലും കവർ ചെയ്തിരിക്കണം. അത് ഇവിടെ സംഭവിച്ചിട്ടില്ല. വിമാനത്തിൽ കയറ്റാവുന്ന ഭാരം തീരുമാനിക്കേണ്ടത് വിമാന കമ്പനിയാണ്. ഓരോ വിമാനത്തിനും ഓരോ റൺവേയും ഭാരത്തിന്, അതായത് ടേക്ക് ഓഫ് വെയിറ്റ് നിയന്ത്രണമുണ്ട്. അത് താപനില അനുസരിച്ച് മാറും. അപകടം സംഭവിച്ചത് ഉച്ചയ്ക്കാണ്. ഓരോ ഡിഗ്രി താപനില വർദ്ധിക്കുമ്പോഴും 2 ടൺ ഭാരം വീതം കുറയ്ക്കണം. ഓരോ വിമാനത്താവളത്തിനും സമയം, റൺവേയുടെ നീളം, താപനില എന്നിവ അനുസരിച്ച് വിമാനഭാരത്തിന്റെ ചാർട്ട്, അതായത് ടെമ്പറേച്ചർ ആൻഡ് റൺവേ ചാർട്ട് ഉണ്ട്. യാത്രക്കാരുടെ ഭാരം, കാർഗോയുടെ ഭാരം, വിമാനത്തിന്റെ ഭാരം ഇവയെല്ലാം പരിഗണിച്ചാണ് ഈ ചാർട്ട്. ടേക്ക് ഓഫ് ഭാരം കൂടിയാൽ വിമാനത്തിന് ലിഫ്റ്റ്, അതായത് ഉദ്ദേശിച്ച രീതിയിൽ ഉയരാനാവില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ അപകടത്തിൽ വിമാനത്തിന് ലിഫ്റ്റ് കിട്ടിയിട്ടില്ലെന്ന് തന്നെ കരുതാം. ടേക്ക് ഓഫ് സമയത്ത് V1, V2 എന്നിങ്ങനെ 2 സ്പീഡുകളാണ് ഉള്ളത്. V1 മുൻപ് വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ പാടില്ല. V1 കഴിഞ്ഞാൽ ടേക്ക് ഓഫ് ചെയ്യാം. V2 കഴിഞ്ഞാൽ നിർത്തുവാൻ പാടില്ല. നിർത്തിയാൽ വിമാനം റൺവേ കടന്നു പോകും. V2 കഴിഞ്ഞാണ് ടേക്ക് ഓഫിൽ പ്രശ്നം കണ്ടെത്തിയതെങ്കിൽ ടേക്ക് ഓഫ് പൂർത്തിയാക്കി തിരികെ ലാൻഡ് ചെയ്യുവാൻ വരണം. അതിനു മുൻപ് മേഡേ കോൾ കൊടുക്കണം. വിമാനത്തിന് ലിഫ്റ്റ് കിട്ടിയിട്ടില്ലാത്തതിനാൽ ഇവിടെ മേഡേ കോൾ കൊടുത്ത് തിരിക്കുവാൻ സാധിച്ചിട്ടില്ല. 2 മൈൽ പറന്ന വിമാനം ഇവിടെ 625 അടി ഉയരത്തിൽ എത്തിയിരിക്കില്ല. 3 ഡിഗ്രി ആംഗിളിലാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്യുക. 1 മൈൽ പിന്നിട്ടാൽ 300 അടി ഉയരത്തിൽ എത്തണം. 2 മൈൽ ആകുമ്പോഴേക്കും 600 അടി ഉയരത്തിൽ എത്തിയിരിക്കണം. പക്ഷേ ഇവിടെ ലിഫ്റ്റ് കിട്ടാത്തതിനാൽ ഈ ഉയരം താണ്ടിയിരിക്കുവാൻ സാധ്യതയില്ല. ഭാരത്തിന്റെ പ്രശ്നം പൈലറ്റ് അറിയുന്നത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത ശേഷമാകാം. പുറപ്പെടുന്നതിന് മുൻപ് പൈലറ്റിന് ടേക്ക് ഓഫ് വെയിറ്റ് ചാർട്ട് നൽകിയിരിക്കും. പക്ഷേ അതിലേറെ ഭാരം കയറ്റിയിട്ടുണ്ടെങ്കിൽ ടേക്ക് ഓഫിന് ശേഷം മാത്രമേ പൈലറ്റിന് അറിയാനാകൂ. മേഡേ കോൾ കൊടുത്താൽ വിമാനത്താവളത്തിൽ അടിയന്തരാവസ്ഥയാണ്. അത് കൊടുത്താൽ വിമാനം ഉയർന്നു പോയി ഉടൻ തിരികെ വന്ന് ലാൻഡ് ചെയ്യണമെന്നാണ് നിയമം. പക്ഷേ ഇവിടെ വിമാനം തിരിക്കുവാൻ സാധിച്ചിട്ടില്ല. അതിനുള്ള സമയം പൈലറ്റിന് കിട്ടിയിട്ടില്ല. തിരിക്കുവാനുള്ള ശ്രമവും പൈലറ്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നത് വീഡിയോയിൽ വ്യക്തമാണ്. സാധാരണ 2000 അടി ഉയരത്തിൽ പോയിട്ട് വേണം തിരികെ വരുവാൻ. പക്ഷേ ഇവിടെ അതിനുള്ള സാഹചര്യമില്ല. ഓരോ വിമാനത്താവളത്തിനും ഒബ്സ്റ്റക്കിൾ ചാർട്ട്, അതായത് പറന്നുയരുമ്പോഴും ഇറങ്ങുമ്പോഴും റൺവേയുടെ പരിസരത്ത് വിമാനത്തിന് തടസ്സമുണ്ടാക്കാവുന്ന വസ്തുക്കളുടെ പട്ടിക ഉണ്ടായിരിക്കും. അതിനാൽ എവിടെ വെച്ച് വിമാനം തിരിക്കണമെന്ന് പൈലറ്റ് ഈ ചാർട്ട് നോക്കി മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും തടസ്സത്തിൽ വിമാനം തടയാനിടയുണ്ട്. അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ 100 ടൺ ഇന്ധനമുണ്ടായിരുന്നു എന്നാണ് വിവരം. ലണ്ടനിലേക്ക് നേരിട്ടുള്ള വിമാനമായതിനാൽ ഫുൾ ടാങ്ക് ഇന്ധനമാണ് ഉണ്ടാകേണ്ടത്. ഈ മോഡൽ വിമാനത്തിൽ 100 ടൺ ആണ് ഇന്ധനഭാരം. ഡൈവേർഷൻ എടുക്കേണ്ടത് മുൻകൂട്ടി കണ്ടാണ് ഇത്രയും ഫ്യൂവൽ എടുക്കുക. ഗൾഫിലേക്കുള്ള വിമാനങ്ങളിലോ ഇടയ്ക്ക് മറ്റു വിമാനത്താവളങ്ങളിൽ ഇറങ്ങുന്ന വിമാനങ്ങളിലോ ഇത്രയും ഇന്ധനം നിറയ്ക്കാറില്ല. പക്ഷേ ഇവിടെ പരമാവധി ഇന്ധനം നിറച്ചിട്ടുണ്ടാവും. 2 ചിറകുകൾക്ക് കീഴിലും ബെല്ലിയിലുമായി 3 ഇടത്താണ് ഇന്ധന ടാങ്ക്.
ഇതിനിടെ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് 10 മിനിറ്റ് വൈകിയതിനാൽ വിമാനം നഷ്ടപ്പെട്ട യാത്രക്കാരിയാണ് ഭൂമി ചൗഹാൻ. ഈ 10 മിനിറ്റാണ് ഭൂമിയുടെ ജീവൻ കാത്തത്. അഹമ്മദാബാദിലെ ട്രാഫിക് ജാമിൽ കുടുങ്ങിയ ആ 10 മിനിറ്റാണ് ഭൂമി ചൗഹാന്റെ പുനർജന്മത്തിന് കാരണം. 242 പേരുമായി പറന്നുയർന്ന് ഒരു തീഗോളമായി മാറിയ വിമാനത്തിനുള്ളിൽ ഭൂമി ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ട്രാഫിക്കിൽ കുടുങ്ങി വിമാനം നഷ്ടമായതിനാൽ തലനാരിഴയ്ക്കാണ് ഭൂമി ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇപ്പോഴും വിറയ്ക്കുകയാണ് ശരീരമാകെയെന്ന് ഭൂമിയുടെ വാക്കുകൾ. സംസാരിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. മനസ്സ് ശൂന്യമായതുപോലെ. ഭൂമി ഇങ്ങനെ പറയുമ്പോൾ നമ്മളും വിറയ്ക്കുകയാണ്. സമാനതകളില്ലാത്ത ആ ആകാശ ദുരന്തം ഓർത്തോർത്ത്. ട്രാഫിക് ജാമിൽ കുടുങ്ങി വിമാനം നഷ്ടപ്പെട്ടപ്പോൾ ഭൂമി ചൗഹാന് തിരികെ ലഭിച്ചത് സ്വന്തം ജീവനും ജീവിതവുമാണ്. ലണ്ടനിലേക്കുള്ള യാത്രക്കാരുടെ പട്ടികയിൽ ഭൂമിയുടെ പേരുമുണ്ടായിരുന്നു. ഭർത്താവിനൊപ്പം ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ ഭൂമി 2 വർഷത്തേക്ക് ശേഷം അവധി ആഘോഷിക്കുവാനായി ഇന്ത്യയിൽ എത്തിയതായിരുന്നു. കഴിഞ്ഞ ദിവസം പറന്നുയർന്ന ഒരു തീഗോളമായി മാറി വിമാനത്തിൽ കയറുവാൻ പുറപ്പെട്ടുവെങ്കിലും അഹമ്മദാബാദിലെ കനത്ത ട്രാഫിക് ജാമിൽ കുടുങ്ങി ഭൂമിക്ക് സമയത്തെത്തുവാൻ കഴിഞ്ഞില്ല. 10 മിനിറ്റ് താമസിച്ചു. വിമാനത്താവള അധികൃതരോട് സംസാരിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ഉച്ചയ്ക്ക് 1:30 വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങി. അതുമാത്രമാണ് ഭൂമിയുടെ ഓർമ്മയിലുള്ളത്. പിന്നീട് കേട്ടത് വൻ സ്ഫോടന ശബ്ദം. തകർന്നു വീണ വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസം, മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ വിമാനം നഷ്ടപ്പെട്ട ഭൂമികയുമൊക്കെ കാഴ്ചകളാണ്. അതിജീവനത്തിന്റെയും അത്ഭുതത്തിന്റെയും ആശ്വാസ കാഴ്ചകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.